UFO UAP എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. അതിന്റെ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു 10 എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിലത്തെ ആദ്യത്തെ ഇൻസിഡന്റ് സംഭവിക്കുന്നത് നവംബർ 19 2023 മണിപ്പൂരിലെ ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്. എന്തോ ഒരു ബലൂൺ പോലത്തെ സംഭവം ആ എയർപോർട്ടിന്റെ മുകളിൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോവർ ചെയ്യുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു. ഇത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുകയുണ്ടായി. അതിന്റെ ഒരുപാട് റെക്കോർഡ്സ് നമുക്ക് ഇതേപോലെയുള്ള നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഇംഫാൽ എയർപോർട്ടിലത്തെ 3 ഫ്ലൈറ്റ് ഡിലേ ചെയ്തു, 2 ഫ്ലൈറ്റ് ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്തു. അതിനോടൊപ്പം ഈ എയർപോർട്ട് ടെമ്പററിലി കുറച്ചു നേരത്തേക്ക് അടച്ചിടുകയും ചെയ്തു. ഈ സംഭവം അത്യാവശ്യം സീരിയസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 ഫൈറ്റർ ജെറ്റിനെ ഈ സ്ഥലത്തേക്ക് വിട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ആ ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോയി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ഈ ഒരു സംഭവം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതെന്താണെന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടുമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ട വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു UAP എൻകൗണ്ടർ ആണ് ശരിക്കും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2012 തമിഴ്നാട്ടിൽ വെച്ച് ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചായിരുന്നു. മനപ്പാടിലുള്ള കോസ്റ്റൽ വില്ലേജിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ന്യൂജേഴ്സിയിൽ നടക്കുന്ന ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും ഇവിടെ നടന്നത്. അതായത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ ഇങ്ങനെ ഓഷ്യന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സർക്കുലർ ഒബ്ജക്ട് ഓഷ്യന്റെ അക്രോസ് ഇങ്ങനെ പറന്ന് മാഞ്ഞു പോകുന്നതായിട്ടാണ് ശരിക്കും ഇവർ പറയുന്നത്. ഒരുപാട് പേര് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ മാത്രമായിരുന്നു എന്നാണ്. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും നമ്മുടെ കൈവശമില്ല. ആകെയുള്ളത് ഈ ഒരു ഫോട്ടോ മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഇൻസിഡന്റ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തിരൂര് വെച്ചിട്ടാണ്. 2016 ഒരു ഞായറാഴ്ച ദിവസമാണ് ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു ഓവൽ ഷേപ്പിലുള്ള സംഭവം ഒരാളുടെ വീടിന്റെ മുകളിൽ ഹോവർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ മുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ എന്തായാലും ഞാനത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് ടോർച്ചൊക്കെ അടിച്ചു നോക്കും. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹവും ഈ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി ടോർച്ച് ഇങ്ങനെ അടിച്ചു നോക്കി. അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ ഒരു UFO പോലത്തെ സംഭവം വളരെ വയലന്റ് ആയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവം അങ്ങനെ ഡിസപ്പിയർ ആയിപ്പോ അത് എങ്ങോട്ടോ മാഞ്ഞു പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സംഭവം സംഭവിക്കുന്നത് 2016 ഒക്ടോബർ 8 എന്നാൽ പിറ്റേ ദിവസം ഒക്ടോബർ 9 ഈ സംഭവം പിന്നെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ വന്ന് നിന്നതായിട്ടാണ് പറയുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഈ ഒരു ഒബ്ജക്റ്റ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ നിന്നതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നാൻ തുടങ്ങി. അതായത് ഇങ്ങനെ മാൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഒരു ബാലൻസ് ആയിരിക്കും ചിലപ്പോൾ അന്ന് ഇവിടെ സംഭവിച്ചത്. എന്താണെന്ന് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇവിടെ ഇദ്ദേഹം ക്യാമറയും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഈ ക്യാമറ മര്യാദക്ക് വർക്ക് ചെയ്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇലക്ട്രിക്കൽ മാൽ ഫംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ യാതൊരു രീതിയിലുള്ള ഫോട്ടോ വീഡിയോസ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ലിജിഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അടുത്ത ഇൻസിഡന്റ് സംഭവിക്കുന്നത് വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. 2015 വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം സംഭവിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആകാശത്തേക്ക് നോക്കുമ്പോൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് വളരെയധികം റാൻഡം ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഇവർ പറയുന്നത്. അന്നത്തെ വിറ്റ്നസസ് ഒക്കെ പറയുന്നത് ഇത് ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പ് ആയിരുന്നു, അതായത് റൗണ്ട് ഷേപ്പ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടായിരുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ എല്ലായിടത്തും പോലെ തന്നെ ഇതും ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണെന്ന് ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കണ്ടത് ഒരു സ്റ്റാറിനെയോ അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ ആയിരിക്കാം എന്നാണ് ഇവർ എതിർത്ത് പറയുന്നത്. ഇവിടെ വെച്ച് കണ്ട UFO വിഷ്വലുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു UFO ഇമേജ് ആണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിയിൽ വെച്ച് കണ്ടത്. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു വീഡിയോയും ശരിക്കും ഈ ഒരു UFO വിഷ്വലും വളരെ സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മേ ബി 2015 കൊൽക്കത്തയിൽ വെച്ച് കണ്ട അതേ സംഭവം തന്നെ ആയിരിക്കാം 2024 നമ്മൾ ഇപ്പോഴും ന്യൂജേഴ്സിയിൽ വെച്ച് കണ്ടത്. ഇതിപ്പോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ഈ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കമ്മ്യൂണിറ്റി താഴെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത ഇൻസിഡന്റ് സംഭവിക്കുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ്. കാശ്മീരിലത്തെ ലഡാക്കിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് കമന്റ്സ് ആണ്. അതായത് അമേരിക്കയിൽ മാത്രമാണല്ലോ ഇതേപോലുള്ള UFO സൈറ്റിങ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ കാണുന്നില്ല, ഇന്ത്യയിൽ എന്തുകൊണ്ട് വളരെ കുറച്ച് കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഏകദേശം 100ഓളം സൈറ്റിങ്സ് 2012 മാത്രം 100ഓളം സൈറ്റിങ്സ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും സാധാരണ ആൾക്കാരല്ല, അവിടുത്തെ ബോർഡർ പോലീസും ഇന്ത്യൻ ആർമിയൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2012 നവംബർ ആയപ്പോഴാണ് ഇൻഡോ ടിബറ്റിയൻ ബോർഡറിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡന്റ് സംഭവിക്കുന്നത്.
ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള സ്ഫിയർ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പയ്യെ ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ട് ഏകദേശം 5 മണിക്കൂറോളം ഹോവർ ചെയ്യുകയോ ട്രാവൽ ചെയ്യുകയോ ചെയ്തു. അതിനുശേഷം ഈ സംഭവം പയ്യെ ഇങ്ങനെ ഡിസപ്പിയർ ആയിപ്പോയി. അതാണ് ശരിക്കും ഇവിടുത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലത്തെ ഒഫീഷ്യൽസ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കാം. ഇവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇത് അൺമാൻഡ് ആയിട്ടുള്ള, അതായത് ഒരു ഡ്രോൺ പോലത്തെ സംഭവങ്ങളൊന്നല്ല, ഒരു മാൻഡ് ആയിട്ടുള്ള എന്തൊരു ബയോളജിക്കൽ സബ്സ്റ്റൻസ് അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ശരിക്കും ഇവരൊക്കെ പറയുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, ഒരു നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് തന്നെ ആവാനാണ് സാധ്യത. ഇവർ അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഡ്രോൺ എന്താണ്, ഒരു സാറ്റലൈറ്റ് എന്താണ്, ഒരു സെലസ്റ്റിയൽ ഒബ്ജക്ട് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 2012 മാത്രം ഏകദേശം 100ഓളം സൈറ്റിങ്സ് നമ്മുടെ ലഡാക്കിലും ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ വെച്ച് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുക. അമേരിക്കയിൽ മാത്രമല്ല കണ്ടുവരുന്നത്, നമ്മുടെ രാജ്യത്തും കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി അധികം ബോധടല്ല. ഒരുപാട് വേറെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റിയിട്ട് ഒന്നും അങ്ങനെ അറിയാത്തത്. അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ വർഷം 2013 ലഡാക്കിൽ വെച്ചായിരുന്ന വേറൊരു ഇൻസിഡന്റ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അവിടെയുള്ള ഒരുപാട് ലോക്കൽസും ടൂറിസ്റ്റും കണ്ട കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അതായത് ഹിമാലയത്തിന്റെ മുകളിൽ എന്തോ ട്രയാങ്കുലർ ഫോർമേഷനിൽ ഒരുപാട് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് പറന്നു നിൽക്കുന്ന, അതായത് ഇവര് കണ്ടതായിട്ടാണ് ശരിക്കും പറയുന്നത്. മൾട്ടിപ്പിൾ ഐ വിറ്റ്നസസ് ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ശരിക്കും ലിജിറ്റ് ആയിട്ടുള്ള ഒരു കേസായിട്ട് എടുക്കാം. ഓഗസ്റ്റ് 19 രാത്രി 7:15 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെയുള്ള ആൾക്കാരെന്ന് വിറ്റ്നസ് ചെയ്തത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫോർമേഷനോ എന്തോ ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടാണ്. ഇത് കണ്ടവര് പറയുന്നത് വളരെ സ്മൂത്ത് സർഫസ് ഉള്ള ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആണെന്നാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ലൈറ്റും ഇത് എമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് വളരെ ഷാർപ്പ് ആയിട്ടുള്ള ടേൺസ് എയറിൽ വെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ഒരു സഡൻ സ്റ്റോപ്പ് ഇടുന്ന പോലത്തെ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് യാതൊരു രീതിയിലുള്ള സൗണ്ടോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഐ വിറ്റ്നസസ് ഒക്കെ പറയുന്നത്. ഈ ഒരു സംഭവം ഒരുപാട് നേരം ആകാശത്ത് നിന്നതായിട്ടും അതിനുശേഷം അത് ക്ലൗഡ്സിലേക്ക് ഡിസപ്പിയർ ആയി പോയി എന്നാണ് ശരിക്കും വിറ്റ്നസസ് ഒക്കെ പറയുന്നത്. 2021 ചാവക്കാട് വെച്ചിട്ടാണ് അടുത്ത ഇൻസിഡന്റ് സംഭവിക്കുന്നത്. കടലിന്റെ അറ്റത്ത് ഒരു ലൈറ്റ് പോലത്തെ ഫോർമേഷൻ ഇങ്ങനെ പൊങ്ങി വന്ന് നിന്നതായിട്ടാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് അന്ന് അവിടെ വെച്ചുണ്ടായ സംഭവം. ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവർ കണ്ടത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ അല്ല, അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്നല്ല, എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും അവരന്ന് കണ്ടത്. ഇതിപ്പോ ക്യാമറയിൽ നോക്കി കാണുന്ന പോലെയല്ല ശരിക്കും റിയൽ ആയിട്ട് നമ്മൾ കാണുന്നത്. അതായത് റിയൽ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേഷ്യൽ അവയർനെസ് ഉണ്ടാവും. അതായത് അവിടുത്തെ സൗണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു സ്പേഷ്യൽ അവയർനെസ് ഓട്ടോമാറ്റിക്കലി എല്ലാ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ആയിരിക്കും എല്ലാ ആൾക്കാരും എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെയുള്ള ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ് ഇവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊരു ഫിഷിംഗ് ബോട്ടിൽ നിന്ന് വിട്ട ഒരു ഫ്ലെയർ ഗണ്ണിന്റെ ട്രെയിൽ മാത്രമാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഇൻസിഡന്റ് സംഭവിക്കുന്നത് 2004 സെപ്റ്റംബറിൽ ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ ഒരു ഇൻസിഡന്റ് കണ്ടത് ISROയിലത്തെ സയന്റിസ്റ്റുമാരാണെന്നാണ് വേറൊരു സ്പെഷ്യാലിറ്റി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുമാർ ഇവിടുത്തെ ഒരുപാട് സർവേയും അവിടെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവർക്കുണ്ടായത്. ഏകദേശം 1.2 മീറ്റർ നീളമുള്ള ഒരു ഹ്യൂമനോയിഡ് ഫിഗർ ആകാശത്തേക്ക് പറന്നുയരുന്നതായിട്ടാണ് ഇവരെല്ലാവരും കണ്ടത്. ഈ സംഭവം പോയത് വളരെയധികം സ്പീഡിലുമായിരുന്നു. അത് ഇവർ ശരിക്കും കാണുന്നതിന് മുമ്പ് തന്നെ ഇത് പെട്ടെന്ന് ക്ലൗഡ്സിലേക്ക് വാനിഷ് ആയി പോയെന്നാണ് ഇവരുടെ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയാൻ കഴിയുന്നത്. ഇങ്ങനൊരു ഇൻസിഡന്റ് നേരിട്ട് കണ്ട ഒരാളുടെ ടെൻഷൻ എന്താവും നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ നേരെ ഈ ഒരു സംഭവം ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്, ഇത് ചുമ്മാ ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്, അതായത് അവർക്ക് തോന്നിയ ഒരു സംഭവമായിട്ടാണ് ശരിക്കും ഗവൺമെന്റ് ഇതിനെ കണക്കാക്കിയത്. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ഇപ്പോഴും സ്റ്റിൽ സ്റ്റാൻഡിങ് ആയിട്ടുള്ളതും ISROയിലത്തെ സയന്റിസ്റ്റുമാര് കണ്ടതാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത് സ്റ്റിൽ റിമെയിൻസ് എ മിസ്റ്ററി തന്നെയാണ്. ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന സിറ്റുവേഷനെ പറ്റിയിട്ട് ഞാൻ 1-2 വീഡിയോസ് ഈ ഒരു സമയം കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഓർബ് പോലത്തെ സംഭവം നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഡ്രോൺ പോലത്തെ പല കളറിലുള്ള ഒരു സംഭവം ചുറ്റും ഇങ്ങനെ കത്തുന്ന ഒരുപാട് ഡ്രോൺസ് പോലത്തെ സംഭവം നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഫിനോമിനൻ ആയിട്ടുള്ള, അത് നാച്ചുറൽ ആയിക്കോട്ടെ അൺനാച്ചുറൽ ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല.
അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു മോഡേൺ എറയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം അതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ മോഡേൺ ടൈംസിൽ നമുക്ക് കിട്ടിയ ഒരുപാട് റെക്കോർഡ്സ് ആണ്. എന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനൻസ് ഒട്ടും തന്നെ പുതുമയുള്ള ഒരു സംഭവമായിരുന്നില്ല. അതായത് ഇതേ സൈറ്റിങ്സോടെ 1561 സംഭവിച്ചിട്ടുണ്ട്. ന്യൂറംബർഗ് സെലസ്റ്റിയൽ ഫിനോമിനൻ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ജർമ്മനിയിലത്തെ ന്യൂറംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1561 ഏപ്രിൽ 14 സംഭവിച്ച ഇൻസിഡൻസിനെയാണ് ശരിക്കും ഇതിന് പറയുന്നത്. അതായത് ഇപ്പൊ ന്യൂ ജേഴ്സിയിലായിക്കോട്ടെ, നമ്മുടെ ലോകത്ത് പലയിടത്തും കണ്ടുവരുന്ന പല UFO സൈറ്റിങ്സിൽ കണ്ടുവരുന്ന ഒബ്സർവേഷൻസ് എന്താണോ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ശരിക്കും അന്ന് അവർ കണ്ടത്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈറ്റ് ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു വരികയും ഇങ്ങനെ ഓർബ് പോലത്തെ ഒരു പ്ലാസ്മ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ആകാശത്ത് നിൽക്കുകയും അങ്ങനെ പല പല കാര്യങ്ങളും അന്ന് അവർ കണ്ടിട്ടുണ്ട്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലത്തെ ആദ്യത്തെ റിട്ടൺ ആയിട്ടുള്ള UFO റെക്കോർഡാണ് ശരിക്കും ന്യൂറംബർഗിലുള്ളത്. ഇത് ശരിക്കും പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു റിട്ടൺ റെക്കോർഡ് തന്നെയാണ്. ഹാൻസ് ഗ്ലാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. ഈ ബുക്കിൽ പറയുന്നത് പോലെ തന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, പല സിലിണ്ടർ ഷേപ്പിലായിക്കോട്ടെ, റൗണ്ട് ഷേപ്പിലായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ ഓർബ് ഷേപ്പിലായിക്കോട്ടെ, പലതരത്തിലുള്ള ലൈറ്റുകളായിക്കോട്ടെ, എല്ലാം ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഏകദേശം അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സൈറ്റിങ്സ് ആണ് മോഡേൺ ഡേയിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ വളരെ പെക്യുലർ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ പറ്റിയിട്ടും, അതായത് നമ്മളിപ്പോ കാണുന്ന പോലെ തന്നെ പെട്ടെന്നായിരിക്കും അവരുടെ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ സ്റ്റാൻഡ് സ്റ്റിൽ നിൽക്കുകയെന്ന് വിചാരിച്ചു, പെട്ടെന്നായിരിക്കും അവർ ഇങ്ങനെ പോകുന്നത്, പെട്ടെന്നായിരിക്കും അവർ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പോകുന്നത്, പെട്ടെന്നായിരിക്കും അവർ അസെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ രണ്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വരും. അങ്ങനെ പലതരത്തിലുള്ള മൂവ്മെന്റ് ആണ് ഈ ഒരു സംഭവം നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നതിൽ നമുക്ക് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു ബുക്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം. ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നത് ഒരു സോളാർ ഹേലോ ആണെന്നാണ്. പക്ഷെ ഈ ഒരു സംഭവം ആകാശത്ത് നടക്കുന്നതായതുകൊണ്ടും ഇത് ഒരുപാട് മൾട്ടിപ്പിൾ ഐ വിറ്റ്നസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ശരിക്കും ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും അത്. ഇതൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ശരിക്കും നമ്മുടെ ലോകത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. നമ്മുടെ ക്യാമറയിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആയിട്ട് ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റോറി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അത് അത്യാവശ്യം എലാബറേറ്റ് ആയിട്ട് പറയേണ്ട ഒരു കഥ തന്നെയാണ്. ഈവൻ നാസയിലത്തെ ഒരു ഒഫീഷ്യലാണ് ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അദ്ദേഹം അടക്കം വിശ്വസിച്ച് പോയ ഒരു സംഭവമാണ് ശരിക്കും അത്. അതിന്റെ തെളിവ് സഹിതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.